ആമോസ് 9-ാം അധ്യായം 11-ാം വാക്യം. അന്ന് ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ ഞാൻ ഉയർത്തും, കേടുപാടുകൾ തീർത്ത് വീണ്ടും അതിനെ പഴയ കാലത്തെ പോലെ പണിതുയർത്തും. അപ്പോൾ ഏദോമിൽ അവശേഷിക്കുന്നവരെ എൻ്റെ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന ജനതകളുടെയും അവർ കൈവശമാക്കും. ഇത് ചെയ്യുന്ന കർത്താവാണ് അരുളിച്ചെയ്യുന്നത്. കർത്താവ് അരുളിച്ചെയ്യുന്നു, ആ ദിനങ്ങൾ ആസന്നമായി. അന്ന് ഉഴുവുകാരൻ കൊയ്ത്തുകാരനെയും മുന്തിരി മെതിക്കുന്നവൻ വിതക്കാരനെയും പിന്നിലാക്കും. പർവ്വതങ്ങൾ പുതുവീഞ്ഞു പൊഴിക്കും, മലകളിൽ അത് കവിഞ്ഞൊഴുകും. എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. തകർന്ന നഗരങ്ങൾ പുനരുദ്ധരിച്ച് അവർ അതിൽ വസിക്കും. മുന്തിരിപ്പൂക്കൾ നട്ടുപിടിപ്പിച്ച് അവർ വീഞ്ഞു കുടിക്കും. അവർ തോട്ടങ്ങളുണ്ടാക്കി ഫലം ആസ്വദിക്കും. അവർക്ക് നൽകിയ ദേശത്ത് ഞാൻ അവരെ നട്ടുവളർത്തും, ആരും അവരെ പിഴുതെറിയുകയില്ല. ദൈവമായ കർത്താവാണ് അരുളിച്ചെയ്യുന്നത്. നമ്മുടെ നിരാശകളിലും കഷ്ടപ്പാടുകളിലും തകർന്ന കൂടാരം പോലെ നമ്മളുടെ നിയോഗങ്ങൾ, ആവശ്യങ്ങൾ തകർന്ന് നിരാശയിൽപ്പെട്ട് സഹായിക്കാൻ ആരുമില്ലാതെ വീണുപോയ ഒരു കുഴിയിൽ വീണുപോയതുപോലെ, അത് പണമാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും ജോലിയാണെങ്കിലും രോഗാവസ്ഥയായാലും മക്കളെക്കുറിച്ചുള്ള ആകുലത, മക്കളുടെ വിദ്യാഭ്യാസം, ജോലി തടസ്സങ്ങൾ, സ്വഭാവദൂഷ്യങ്ങൾ, വിശ്വാസ വൈകല്യങ്ങൾ, ദമ്പതികൾ തമ്മിലുള്ള അകൽച്ചകൾ, ദാമ്പത്യ ജീവിതത്തിലെ തകർച്ചകൾ, വിശ്വാസമില്ലായ്മ, ഇവ ഏതു തന്നെയാണേലും തകർന്ന കൂടാരത്തിന് തുല്യമാണ്. അതിൽ നിന്ന് നമ്മെ പടുതുയർത്ത് രക്ഷിക്കുകയെന്നാണ് വചനത്തിലൂടെ ദൈവം പറഞ്ഞിരിക്കുന്നത്. ആ വചനത്തിൽ വിശ്വസിച്ച്, സ്നേഹനിധിയായ ദൈവമേ, ഞങ്ങളുടെ ആവശ്യങ്ങളെയും നിയോഗങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പിതാവേ, അങ്ങയോട് ഞങ്ങളിൽ നിറവേറട്ടെ എന്ന് പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ചതുപോലെ ഈശോയുടെ ഇഷ്ടത്തിന് ഞങ്ങളുടെ ആവശ്യങ്ങളെയും നിയോഗങ്ങളെ സമർപ്പിക്കുവാൻ പിതാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് അത് സഹിക്കുവാനും ഈശോയ്ക്ക് വിട്ടുകൊടുക്കുവാനുള്ള കൃപാവരം നൽകി അനുഗ്രഹിക്കണമേ. ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം തമ്പുരാനെ വിളിച്ചപേക്ഷിക്കാതെ എപ്പോഴും ഒരു നിത്യജീവൻ്റെ ആവശ്യത്തിന് വേണ്ടി, ഒരു നിത്യജീവനുണ്ടെന്നുള്ള പ്രതീക്ഷയോടുകൂടി ക്രിസ്തുവിൻ്റെ അനുയായിയായ നാം സുഖങ്ങൾ മാത്രമല്ല, ക്രിസ്ത്യാനിയാണെങ്കിൽ ദുഃഖങ്ങളും വേദനകളും നമ്മളുടെ പിന്നാലെ ഉണ്ടാകും എന്ന് ചിന്തിച്ച് യേശുവിൻ്റെ പിന്നാലെ, യേശുവിൻ്റെ പാത തുടർന്ന് മുഴുവനും അല്ല അല്പമെങ്കിലും ആ കിട്ടുന്ന സഹനത്തെ ഈശോയ്ക്ക് കുരിശിൻ്റെ ചൂടിലേക്ക് സമർപ്പിക്കാം. നമുക്ക് പിന്നിൽ പോയ അൽഫോൻസാമ്മയും ചാവറാച്ചനും വിശുദ്ധന്മാരെല്ലാവരും വേദനകളുടെ സങ്കടങ്ങളിലൂടെയാണ് വിശുദ്ധരായതും ഈശോയിലെത്തിയതും സ്വർഗത്തിലെത്തിയതും. സകല വിശുദ്ധരോടുകൂടി നമുക്ക് നമ്മുടെ കുടുംബങ്ങളെയും മക്കളെയും മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും നമ്മുടെ ചുറ്റുപാടുകളെയും നമ്മുടെ പൂർവികരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ പൂർവികരെ വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ചെയ്തു പോയ എല്ലാ പാപങ്ങളും അപരാധങ്ങളും അവരോട് ക്ഷമിക്കണമേ. അവർ മൂലം ഞങ്ങളെയും ഞങ്ങളുടെ തലമുറയെയും ശിക്ഷിക്കരുതേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതൊന്നു വേണ്ടി ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഇനി ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ.